നിങ്ങളുടെ ബന്ധങ്ങളെ മാന്ത്രികമായി സുഖപ്പെടുത്താവുന്നതാണ്. മാജിക് പ്രാക്ടീസ് 15ാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. നിങ്ങൾക്ക് വിഷമകരമോ തകർന്നതോ ആയ ബന്ധങ്ങൾ ഉണ്ടാകുകയോ ഏതെങ്കിലും കാരണത്താൽ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുകയോ തകർന്ന ഹൃദയത്തിന്റെ വേദന അനുഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഇത് മാറ്റിയെടുക്കാനാകും. ഏതൊരു വിഷമകരമായ ബന്ധവും കൃതജ്ഞത മാന്ത്രികമായി മെച്ചപ്പെടുത്തും. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധമോ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ മകനും മകളുമായിട്ടുള്ള ബന്ധമോ, ഏത് ബന്ധമായിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലുമായി അസ്വസ്ഥമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, കൃതജ്ഞത കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താവുന്നതാണ്. വിഷമകരമായ ഒരു ബന്ധമോ വെല്ലുവിളി നിറഞ്ഞ ബന്ധമോ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ എല്ലാ കേസുകളിലും എതിർഭാഗത്തു നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് തരിമ്പ് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുകയില്ല. പകരം നമുക്ക് അവരുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ വ്യക്തിയാണെന്ന് പഴിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിനർത്ഥം ഒട്ടും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതാണ്. പഴിചാരുന്നത് ഒരിക്കലും ഒരു ബന്ധം മെച്ചപ്പെടുത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനും അത് ഗുണം ചെയ്യില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പഴിക്കും തോറും നിങ്ങളുടെ ആ ബന്ധം വഷളാവുകയും നിങ്ങളുടെ ജീവിതാവസ്ഥ ദയനീയമാവുകയും ചെയ്യാം. നിലവിലുള്ള ബന്ധമോ മുൻകാല ബന്ധമോ എന്തു തന്നെയായാലും മറ്റൊരാളോടുള്ള ദേഷ്യത്തിൽ കടിച്ചു തൂങ്ങി ഇരിപ്പാണെങ്കിൽ കൃതജ്ഞത പരിശീലിച്ചാൽ ഇതെല്ലാം ഇല്ലാതായിക്കോളും. എന്തിനു വേണ്ടി മറ്റൊരാളോടുള്ള ദേഷ്യം നമ്മൾ ഇല്ലാതാക്കണം? അതൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആരെയെങ്കിലും എറിയാനായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. അവന് തന്നെയാകും പൊള്ളുന്നത്. ഈ ഒരു വാചകം നിങ്ങളൊന്ന് കൂടി ഓർത്തു വെക്കുക. ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആരെയെങ്കിലും എറിയാനായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. അവന് തന്നെയാകും പൊള്ളുന്നത്. ഇത് ഗൗതമ ബുദ്ധൻ പറഞ്ഞ വാചകമാണ്. മറ്റൊരാളെ പറ്റിയുള്ള വിദ്വേഷം നിങ്ങളെ തന്നെ കത്തിച്ചു കളയും. പക്ഷേ കൃതജ്ഞത വിദ്വേഷം ഇല്ലാതാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു മുൻ ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം നിങ്ങളുടെ കുട്ടികളിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതല്ലെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കി നോക്കുക. നിങ്ങളുടെ മുൻ ഭർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്കുള്ള ഏറ്റവും വിലപിടിച്ച സമ്മാനങ്ങളിലൊന്നാണ് നിങ്ങളുടെ കുട്ടികൾ. എല്ലാ ദിവസവും കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ മുൻ ഭർത്താവിന് നന്ദി പറയാം. ബന്ധത്തിലേക്ക് സൗഹൃദവും സമാധാനവും കൊണ്ടുവരുന്നതിനോടൊപ്പം നിങ്ങളുടെ കുട്ടികളെ അവരുടെ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വലിയ ഗുണം നിങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധം അവസാനിച്ചതിൽ നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനയകറ്റാൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാവുന്നതാണ്. കൃതജ്ഞത നിങ്ങളുടെ വേദനയെ മറ്റൊന്നിനും കഴിയാത്ത വിധം സുഖപ്പെടുത്തി സന്തോഷത്തിലേക്ക് മാന്ത്രികമായി പരിവർത്തനം ചെയ്യുന്നു. മാന്ത്രിക പരിശീലനം ആരാണ് ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റ് എന്നതിനെ കുറിച്ചല്ല. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്താലുള്ള നിങ്ങളുടെ വികാരം എന്തെന്നതിൽ വലിയ കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ എന്തെങ്കിലും ചെയ്തില്ലെന്നതോ കാര്യമല്ല. നിങ്ങൾക്ക് മാന്ത്രികമായി ബന്ധം സുഖപ്പെടുത്താം. ഇതിന് എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ഉണ്ടാകണമെന്ന് പോലുമില്ല. എല്ലാ ബന്ധത്തിലും തങ്കമുണ്ട്, വിഷമകരമായതിൽ പോലും. നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും ജീവിതത്തിലേക്കും ഐശ്വര്യം കൊണ്ടുവരുന്നതിന് നിങ്ങൾ ബന്ധങ്ങളിലെ സ്വർണത്തെ കണ്ടുപിടിക്കണം. ഏത് ബന്ധത്തിലാണോ പ്രശ്നമുണ്ടായിട്ടുള്ളത് ആ ബന്ധത്തിലുള്ള വ്യക്തിയുടെ പേരെഴുതുക. അതിനുശേഷം എഴുതുക, ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ്. അത് എന്തിനാണ് എന്നുകൂടി എഴുതുക. അങ്ങനെ ഒരു 10 കാര്യങ്ങൾ ആളെക്കുറിച്ച് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പട്ടിക തയ്യാറാക്കുക. ആ വ്യക്തിയെയും അയാളുമായുള്ള ബന്ധത്തെയും കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ വ്യക്തിയുടെ നേർക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ലാതാകുന്നത് വരെയാണ് നിങ്ങളിത് എത്തിച്ചേരേണ്ടത്. എന്തെന്നാൽ ഇത്തരം മോശം ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിന് ദോഷം ചെയ്യും.
ഓരോ ബന്ധവും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാന്ത്രിക പരിശീലനം ദിവസങ്ങളോളം തുടരാവുന്നതാണ്. നിലവിലെ ബന്ധം മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുന്നതെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ മാറുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാനാകും. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ മാന്ത്രികമായി ബന്ധം മാറുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയോഗിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ജീവിതം മുഴുവൻ അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പഴയ ബന്ധമാണ് മെച്ചപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾക്കിപ്പോൾ ബന്ധമില്ലെങ്കിൽ കൂടി നിങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയും. ഇതോടൊപ്പം നിങ്ങളുടെ നിലവിലെ ബന്ധം മാന്ത്രികമായി മെച്ചപ്പെടുത്തുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധം വെല്ലുവിളി ഉയർത്തുന്നതായാൽ ഉടൻ തന്നെ ഈ മാന്ത്രിക പരിശീലനം നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് തടയാനാകുന്നതാണ്. അപ്പോൾ നമുക്കിനി മാന്ത്രിക പരിശീലനം 15-ാം ദിവസത്തെ പ്രാക്ടീസിലേക്ക് പോകാം. ഒന്നാമതായി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അതുകൊണ്ടെന്ന് എഴുതുക. നിങ്ങളുടെ ലിസ്റ്റ് ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്നെഴുതുക. കഴിയാവുന്നത് ആ അനുഗ്രഹത്തോട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. രണ്ടാമതായി വിഷമകരവും തകർന്നതുമായ ഒരു ബന്ധം മെച്ചപ്പെടുത്താനായി തിരഞ്ഞെടുക്കുക. മൂന്നാമതായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്ന 10 കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആ ആളുടെ പേരെഴുതുക. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവളാണ് എന്നെഴുതുക. എന്താണ് കാരണം എന്ന് പറഞ്ഞ് 10 കാര്യങ്ങൾ എഴുതുക. നാലാമതായി ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയത്തിന് മുൻപായി കയ്യിൽ മാജിക് സ്റ്റോൺ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി 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 എന്ന് പറഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.